ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. മഴ പെയ്തൊഴിയാതെ നിൽക്കുന്നൊരു വൈകുന്നേരം ഇത്. മഴയോടും പുഴയോടും ഹൃദയബന്ധം പുലർത്തി മഴയായും പുഴയായുമൊക്കെ ഒഴുകിയിറങ്ങുന്ന പ്രകൃതി സ്നേഹികളെ ധാരാളം കണ്ടിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിയൊക്കെ നടക്കുന്ന വഴികളിലൊക്കെ പെട്ടെന്ന് പൂവിരിയുമായിരുന്നത്രേ. സെയിൻറ്റ് ആൻ്റണി മത്സ്യങ്ങളോടൊക്കെ പ്രസംഗിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ചില സന്യാസിമാരൊക്കെ ധ്യാനപൂർവം പ്രാർത്ഥിച്ചിരിക്കുന്നിടത്ത് സിംഹവും പുലികളുമൊക്കെ കാവലിരിക്കാറ് ഉണ്ടായിരുന്നുവെന്നും കേട്ടിട്ടുണ്ട്. ഇത് കേട്ടുകേൾവി മാത്രമല്ല, ജീവിതത്തിന് അനുഭവമാകാം. എൻ്റെ കയ്യിൽ ഭൂമിയോട് അതീവ സൗഹൃദം പാലിച്ച ഒരാളുടെ ഭൂമിക്കുറിപ്പുകളുടെ പുസ്തകമാണ്. ഹോത്യോർ മെൻഡോഫൽ എന്ന റഷ്യക്കാരൻ പണ്ഡിതൻ്റെ ഒരു പ്രകൃതി സ്നേഹിയുടെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകം. രാധിക മധുമോഹനാണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ കാടുകളിലൂടെ പുഴകളിലൂടെ ഒക്കെ സഞ്ചരിച്ചയാളാണ്. എല്ലാത്തരം മൃഗങ്ങളോടും ചങ്ങാത്തം കൂടി മൃഗങ്ങളുടെ ഓരോ ചലനത്തെയും ഒപ്പിയെടുത്ത് അവ കുറിപ്പുകളാക്കി മാറ്റിയയാളാണ്. ഇതൊരു ചെറിയ പുസ്തകമാണ്, വളരെ ചെറിയ പുസ്തകം. പക്ഷേ പ്രകൃതിയുടെ താളം നമുക്ക് ഈ താളുകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് മനസ്സിലാവും. അതോടൊപ്പം തന്നെ അനുപമമായ ഒരു സൗന്ദര്യം, വശ്യമായ എന്തൊക്കെയോ, ചാരുതയാർന്ന എന്തൊക്കെയോ നമുക്ക് ഈ പുസ്തകത്തിൽ കണ്ടെത്താനാവുന്നുണ്ട്. സൈബീരിയൻ യാത്രയ്ക്കിടയിൽ ഇദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം, പിക എന്ന് അറിയപ്പെടുന്ന ഒരിനം മൂഷിക വർഗത്തിൽപ്പെട്ട ചെറുജീവിയുണ്ട്. അപ്പോൾ ഈ ചെറുജീവി സർവൈവലിന് വേണ്ടി കാണിക്കുന്ന കോമൺ സെൻസിൻ്റെ ഒരു ചിത്രമാണ് ആദ്യത്തെ താളുകളിൽ. വളരെ പോഷകം നിറഞ്ഞ പുൽത്തണ്ടുകളും ചുള്ളിക്കമ്പുകളുമൊക്കെ കരണ്ട് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കുവാനായിട്ട് ഇടും. എന്തിനു വേണ്ടിയാണ്? മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല. ഇതിന് മഴക്കാലത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ഇങ്ങനെ ചെറു തുണ്ടുകൾ പാറമേലോ വച്ച് ഉണക്കിയെടുത്ത് മഴക്കാലത്തേക്ക് സംഭരിച്ചു വെക്കുവാനാണ്. ഇങ്ങനെ ഈ പുൽത്തണ്ടുകളും മറ്റും ഉണക്കാൻ വേണ്ടി വെയിലത്ത് കൊണ്ടുപോയി ഇടുമ്പോൾ പെട്ടെന്നങ്ങ് മാനം കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പിക കുടുംബസമേതം പാഞ്ഞെത്തി ഈ ഭക്ഷണ സാമഗ്രികൾ സുരക്ഷിത സ്ഥാനത്തെത്തിക്കും. പിന്നെ മഴക്കാരെല്ലാം പോയി മറഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. അത് യുക്തിബോധമുള്ള ഇതുപോലുള്ള ചെറു ജീവികൾ ധാരാളം നമുക്ക് ചുറ്റിലും ഉണ്ട്. ഒരിക്കൽ അദ്ദേഹം യാത്രയ്ക്കിടയിൽ 2 കരടികൾ തമ്മിൽ വല്ലാത്ത മൽപ്പിടുത്തം നടത്തുന്നത് കണ്ടുത്രേ. മൽപ്പിടുത്തത്തിന് കാരണക്കാരി ഒരു പെൺകരടിയാണ്. പക്ഷേ ഈ പെൺകരടി ഞാനിതൊന്നും അറിഞ്ഞിട്ടേയില്ല എന്ന മട്ടിൽ ശാന്തമായി നിൽക്കുന്നു. മറ്റ് ആൺകരടികൾ ഈ പെൺകരടിക്ക് വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് പരസ്പരം പോരാടുന്നു. മനുഷ്യരുടെ ഇടയിലും സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മഹായുദ്ധങ്ങളിലേക്ക് ചില സ്ത്രീകളുടെ സൗന്ദര്യം വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന ഓർമ്മ, ഈ ഓർമ്മയോടുകൂടി മൃഗലോകത്തും ഇത്തരത്തിലുള്ള പയറ്റുകൾ ഉണ്ടാകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നു. പൊന്മാൻ മീൻ പിടിക്കാനിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹോത്യോർ മെൻഡോഫൽ കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു, പൊന്മാൻ ഇരിക്കുന്ന കൊമ്പ്, ഇരയിലേക്കുള്ള ദൂരം, ഇര ആയിരിക്കുന്ന ഇടം, ഇതൊക്കെ വളരെ പ്രൊപ്പോർഷനേറ്റായിരിക്കും, അനുപാതത്തിലായിരിക്കും. ഈ കൃത്യമായ പ്രൊപ്പോർഷൻ കാത്തു സൂക്ഷിച്ചിട്ടാണ് പൊന്മാൻ മീൻ പിടിക്കാനിരിക്കുക. ഏറെ അകലത്തിലുള്ള ഒരു മരക്കൊമ്പിൽ അത് പോയി ഇരിക്കില്ല. ഒട്ടും കനമില്ലാത്ത മരച്ചില്ലയിൽ അതിരിക്കില്ല. കൃത്യമായി കനമുള്ള
അനുപാതമായിട്ടുള്ള ദൂരമുള്ള കൃത്യമായി ഇര പിടിക്കുവാൻ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുന്ന അത്തരത്തിൽ ഇതിൽ ഈ പൊന്മാൻ മീൻ പിടിക്കാൻ ഇരിക്കാറുള്ളത്രേ. ഇനി കൃഷ്ണ മൃഗങ്ങളെക്കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ അദ്ദേഹം പറയുന്നത്, ശീലിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഈ ശീലിച്ച കാര്യങ്ങൾ അവ ശീലമായി തന്നെ പഠിച്ചെടുക്കുകയാണ്. നമുക്ക് മൃഗങ്ങളെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ഇദ്ദേഹം ഒരു കൃഷ്ണമൃഗങ്ങളെ പാർപ്പിച്ചതിനെക്കുറിച്ച് പറയുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൂട്ടം കൃഷ്ണമൃഗങ്ങൾ അവ രണ്ടായി തിരിച്ച ഒരു കൂട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇവർ ഈ മതിൽ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന വേലി അല്ലെങ്കിൽ മതിൽ അത് പൊളിച്ചു കളയാൻ ശ്രമിച്ചു. പക്ഷേ പതുക്കെ പതുക്കെ ഈ കൃഷ്ണമൃഗങ്ങൾ അത് തീരുമാനിച്ചുറച്ചു, ഇത് ഇത്രയേ ഉള്ളൂ സ്വാതന്ത്ര്യത്തിൻ്റെ അതിര്, ഇതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഇതൊരു ബോധമായിട്ട് അവർ വളർന്നതുകൊണ്ടാവണം പിന്നീട് ഈ ഇടവേലി പൊളിച്ച് കളഞ്ഞിട്ടും ഈ മൃഗം അതായിരിക്കുന്നിടത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. അത് അവിടെ തന്നെ കഴിച്ചുകൂട്ടി. വേലി ഇല്ലാതിരുന്നിട്ടും വേലി ഉണ്ട് എന്ന മട്ടിൽ അത് കുറച്ച് സ്ഥലത്ത് കഷ്ടിച്ചരിഷ്ടിച്ച് ജീവിതം കഴിച്ചുകൂട്ടിയത്രേ. മനുഷ്യരുടെ ഇടയിലും ഇതുപോലെ തന്നെ ബോധങ്ങളിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ചില അതിരുകൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിരുകളില്ലാത്തിടത്ത് പോലും അതിരിനപ്പുറത്തേക്ക് പോകാൻ ഇതിന് സാധിക്കില്ല. മനുഷ്യരിലും ഇത്തരത്തിൽ ചുരുങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. മോസ്കോ മൃഗശാലയിലെ ഒരു കീരിയുടെ കാര്യം പറയുകയാണ്. കീരികളെ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്നു. സത്യത്തിൽ ഈ കീരികൾക്ക് രക്ഷപ്പെടാനൊക്കെ വളരെ എളുപ്പമാണ്, മാളം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, കീരികൾ അതിൻ്റെ അതിർത്തി മതിലിൻ്റെ ഏറ്റവും അടുത്തായിട്ട് മാത്രം എങ്കിൽ മാത്രമേ മാളങ്ങളുണ്ടാക്കിയുള്ളൂ. മറ്റൊരിടത്തും അത് മാളങ്ങളുണ്ടാക്കിയില്ല. എവിടെ മാളം ഉണ്ടാക്കിയാലും മാളം ഉണ്ടാക്കി രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. പക്ഷേ മതിലിനോട് ചേർന്ന് മാത്രം മാളം ഉണ്ടാക്കൂ എന്ന് ശഠിക്കുന്ന കീരി അങ്ങനെയേ പഠിച്ചിട്ടുള്ളൂ. ഇവരെന്താ ചെയ്യുന്നത്, ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും തടിക്കഷ്ണമോ മറ്റോ വച്ചിരിക്കും, അതിൻ്റെ മീതെ മണ്ണിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കരടാൻ ശ്രമിക്കുമ്പോൾ, മാളമുണ്ടാക്കാൻ തുറക്കാൻ ശ്രമിക്കുമ്പോൾ സാധിക്കില്ല. അതോടുകൂടി ഇവയുടെ ശ്രമം അവിടെ തീരുകയാണ്. ഇനി നമ്മൾ സാധാരണഗതിയിൽ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള എന്താണ്, സിംഹവും കടുവയും ഒക്കെ ഭയങ്കര ധൈര്യമുള്ള ജീവികളാണ്. സിംഹം കാട്ടിലെ രാജാവാണല്ലോ, അപ്പം ധൈര്യം ഉണ്ടാകണം. പക്ഷെ ഇദ്ദേഹം പറയുന്നു ഇവയ്ക്ക് ധൈര്യം തീരെ കുറവാണ്. ഇനി വലിയ ബുദ്ധിശക്തിയൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, ബുദ്ധിശക്തി ഏറ്റവും കുറഞ്ഞവയിൽ ഇവയെ പെടുത്താം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി മിക്ക മൃഗശാലകളിലും സിംഹത്തെയും കടുവയൊക്കെ ഇട്ടിരിക്കുന്ന കൂടുകൾ പ്ലൈവുഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. കൈകൊണ്ടൊന്ന് തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം തകർത്തെറിയപ്പെടും. പക്ഷെ ഒരു കാരണവശാലും സിംഹമോ കടുവയോ ഈ പ്ലൈവുഡ് കൂടുകൾ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. കാരണം സ്ഥിരമായി ഈ കൂട്ടിൽ കിടന്ന് ഈ ബന്ധനം ഭേദിച്ച് പുറത്തു വരുവാൻ തങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അവർ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തുറന്ന വാതിലൂടെ പുറത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ബലം പ്രയോഗിച്ച് അവയെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും. വാതിൽ തുറന്നിട്ടാൽ പോലും ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരില്ലത്രേ. കാരണം അവയുടെ മനസ്സിൽ അവർ കൂട്ടിലാണ്. കൂട്ടിലടക്കപ്പെട്ടതിന് കൂട്ടിലടക്കപ്പെട്ട ഇരയുടെ ആ ധാരണ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് വാതിൽ തുറന്നാലും ഇരക്ക് പുറത്തേക്ക് വരുവാൻ സാധിക്കില്ല. മാനുകൾ വലിയ ചാട്ടക്കാരാണല്ലോ, പക്ഷേ മാനുകളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങളുടെ വേലികൾ സാധാരണഗതിയിൽ ചെറുവേലികളാണ്. അതായത് നല്ല ചാട്ടക്കാരായ മാനുകൾക്ക് ഈ വേലികളെ ഭേദിച്ച് പുറത്തേക്ക് ചാടാൻ പറ്റും. പക്ഷേ ഗ്രന്ഥകർത്താവ് വീണ്ടും പറയുന്നു, അവ ഒരിക്കലും അങ്ങനെ ശ്രമിക്കുകയില്ല. ഈ ചുറ്റുവട്ടത്തിനിടയിൽ കിടന്നുകൊണ്ട് ഇതാണ് എൻ്റെ ലോകം, ഇതിനപ്പുറത്തേക്ക് എനിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന ഒരു സ്ക്രിപ്റ്റ് ഉള്ളിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ട് അവർ അവരുടെ ശിഷ്ടകാലം ബന്ധനത്തിൽ തന്നെ കഴിച്ചുകൂട്ടത്രേ. ഇതിന് അപവാദമായിട്ട് പെരുമാറാറുള്ളത് കരടികൾ മാത്രമാണത്രേ. കരടികൾക്ക് ആളുകളുടെ പ്രവൃത്തികളെ അതേപടി മിമിക് ചെയ്യാൻ സാധിക്കത്രേ. ആരെങ്കിലും മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കരടി അത് മിമിക് ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് രക്ഷപ്പെട്ട കഥകളുണ്ടായിട്ടുണ്ട്. അതും ഇദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. വീണ്ടും
കണ്ടൊരു കാഴ്ച അദ്ദേഹം പറയാണ്, പന്നി ഇങ്ങനെ കിടക്കുന്നു. പന്നി കിടക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് ഒരുപാട് ചെള്ളുകൾ വന്ന് ഭയങ്കര അലോസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു ശാന്തമായൊരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തതുപോലെ ആ കമ്മ്യൂണിക്കേഷൻ കേട്ടിട്ടെന്ന മട്ടിൽ കുറേ കുഞ്ഞു പക്ഷികൾ, ചെറുക്കുരുവികൾ വന്നു. അവ ഒന്നൊന്നായിട്ട് ഇതിൻ്റെ ദേഹത്തിരുന്ന് മെല്ലെ ഈ ചെള്ളുകളെ തിന്നൊടുക്കാൻ തുടങ്ങി. ഒരു പരസ്പര ആശ്രയത്വത്തിൻ്റെ ചിത്രം. ഇതുപോലൊരു അനുഭവം മോസ്കോയിൽ വെച്ചുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വേനൽക്കാല ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ എത്തുന്ന 2 താറാവും കുഞ്ഞുങ്ങളുണ്ട്. ഈ താറാവും കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മടങ്ങിപ്പോകും. ഒരു ദിവസം ഏതാനും ചെമ്മരിയാടുകൾ അവിടെ എത്തി. അവയുടെ ശരീരത്തിലും ഈ ചെള്ളുകൾ നിറഞ്ഞ് ചെള്ളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവ പരസ്പരം ഏതൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയ മട്ടിൽ ഈ താറാവുകളെ കണ്ടപ്പോൾ ചെമ്മരിയാടുകൾ മെല്ലെ അവയുടെ മുമ്പിൽ ഇങ്ങനെ കാല് നീട്ടിയെങ്കിൽ കിടന്നു കൊടുത്തു. പതുക്കെ പതുക്കെ താറാവും കുഞ്ഞുങ്ങൾ വന്ന് ഈ ചെമ്മരിയാടുകളുടെ ഓരോരുത്തരുടെയും ദേഹത്ത് കയറി ഇറങ്ങി അക്രമകാരികളായ ചെള്ളുകളെ എല്ലാത്തിനെയും കൊന്നൊടുക്കി ഇവരെ സന്തോഷചിത്തരായി മടക്കി അയച്ചത്രേ. ഇദ്ദേഹം പറയുന്നത് ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമുക്കറിയാത്തൊരു ഭാഷയുണ്ട്. ചില വിശുദ്ധർക്കൊക്കെ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നത്രേ. നമുക്ക് പ്രകൃതിയുമായി അത്രക്കങ്ങ് ഇണക്കമില്ലാത്തത് കൊണ്ടും പ്രകൃതിയുടെ സ്പന്ദനം ഏറ്റുവാങ്ങുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയം അത്രക്കങ്ങ് വിശാലമാകാത്തത് കൊണ്ടും ഇത്തരത്തിലൊന്നും മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുമായിരിക്കും. വീണ്ടും കരടികളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരു പുത്രവിരോധമുള്ള ആൺകരടിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. മോസ്കോയിലുള്ള സൂവിലാണ് ഈ ആൺകരടി ഉണ്ടായിരുന്നത്. പൊതുവെ ആൺകരടികൾക്ക് മക്കളോട് ദേഷ്യമാണത്രേ. അമ്മക്കരടിമാരാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അമ്മ പെടാപ്പാട് പെടുന്നതിനിടയിൽ കരടികൾ ശല്യപ്പെടുത്താനും സാധ്യതയുണ്ടത്രേ. ഇവിടെ ഈ ആൺകരടി നിരന്തരമായിട്ട് സമയം കാത്തിരിക്കുകയാണ്. സമയമൊന്നും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കും. ഒരിക്കൽ അമ്മ മയക്കത്തിലായ സമയത്ത് ആൺകരടി കുട്ടികളിൽ ഒരാളെ ഒരു തൂണിൽ നിന്നും വലിച്ച് താഴേക്ക് ഇറക്കിയിട്ടു. എന്നിട്ട് വലിച്ച് എറിഞ്ഞു കളഞ്ഞു. പിന്നീട് ഇതേ കരടിക്കുഞ്ഞിനെ തന്നെ വെള്ളത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി മുക്കിക്കൊല്ലാൻ ശ്രമം നടത്തി. അമ്മക്കരടി ഒച്ച കേട്ട് പാഞ്ഞു പിടിച്ചു വന്ന് അടിയോടടി ഭർത്താവിനെ നന്നായി അടിച്ച് അവശയാക്കിയതിന് ശേഷം കുഞ്ഞിനെ തോളിലേന്തി അത് നടന്നുപോയി. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു. എല്ലാവരും കൂടി ചേർന്ന് അപ്പനെ ഒറ്റക്കാക്കിയിരിക്കുകയാണ്. ആരും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല, അടുത്തേക്ക് വരുന്നില്ല, സ്നേഹഭാവങ്ങളൊന്നുമില്ല, ഒറ്റപ്പെട്ടവനായി കഴിയുകയാണ്. ഈ ഒറ്റപ്പെട്ടു പോയ അച്ഛൻ കരടി ഒരു ദിവസം പുറത്ത് കിടക്കാനുള്ള ശ്രമം നടത്തി. കാരണം ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോയി വിളിക്കാൻ തോന്നുമല്ലോ. മറ്റു മൃഗങ്ങളെ പോലെയല്ല, പുറത്തേക്ക് പോകുന്നത് എങ്ങനെയെന്ന് കരടിക്കറിയാം. അതുകൊണ്ട് കരടി പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് 2 കാലുകൾ മതിലിൽ പൊക്കി വച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഈ പണ്ട് ആക്രമണ വിധേയനായിട്ടുള്ള ആ കരടിക്കുഞ്ഞുണ്ടല്ലോ, ഇപ്പോൾ അവൻ ഉശിരുള്ള ആൺകുട്ടിയാണ്, വലുതായി. അവൻ ഓടിപ്പിടച്ച് വന്നിട്ട് ഈ അച്ഛൻ കരടിയുടെ കാലിൽ പിടിച്ച് വലിച്ചൊരു ഏറ് കൊടുത്തു. പണ്ട് താൻ എനിക്ക് ചെയ്തതിനൊക്കെ ഇതാ പ്രതികാരം നിർവഹിച്ചിരിക്കുന്നു എന്ന മട്ടിലൊരു ഇളിച്ച ചിരിയോടുകൂടി ആ കരടി അവിടെ നിന്നത്രേ. പിന്നെ ശീലങ്ങളനുസരിച്ചാണ് മൃഗങ്ങൾ പെരുമാറുന്നത്. ഒരു കുഞ്ഞ് കൂടിനുള്ളിൽ ജീവിതം കഴിച്ചു കൂട്ടിയ മുയലുകൾ, ഈ മുയലുകളെ കുറച്ചുകൂടി വിശാലമായ ലോകത്തിലേക്ക് അയച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി ഇദ്ദേഹവും മറ്റ് ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഒരു പരീക്ഷണം നടത്തി. ഈ മുയലുകളെ ചെറുകൂട്ടിൽ നിന്നും വിശാലമായ മൈതാനത്തേക്ക് അയച്ചു വിട്ടു. ഈ വിശാലമായ മൈതാനത്തും തെളിഞ്ഞ അന്തരീക്ഷവും പിന്നെ ആ കാറ്റും ഇതെല്ലാം ഏറ്റ് ഒരു മുയൽ വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. കുതിച്ച് ചാടുന്നു, നൃത്തം വെക്കുന്നത് പോലെ ചുവടുകൾ വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നു, തിരിയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് അമിത സന്തോഷത്തോടു കൂടി ഹൃദയം പൊട്ടി ആ മുയൽ ചത്തുപോയത്രേ. കാരണം എന്താണ്? അത്രയ്ക്ക് ആഹ്ലാദവും അത്രയ്ക്ക് വിശാലമായിരുന്നൊരിടത്തിൻ്റെ സൗകര്യവും ആസ്വദിക്കുവാനായിട്ട് അതിൻ്റെ കുഞ്ഞു ഹൃദയം
ഇപ്പോഴും റെഡിയായിരുന്നില്ല. അതുകൊണ്ട് അമിത ആഹ്ലാദത്താൽ ഹാർട്ട് അറ്റാക്ക് വന്ന് പാവം മുയൽ ചത്തുപോയത്രേ. അങ്ങനെ സംഭവിക്കാം. കൂട്ടിലടക്കപ്പെട്ട് വളർത്തുമൃഗങ്ങളാക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് പിന്നീട് വിശാലമായ ലോകം തുറന്നു കിട്ടിയാലും ആ തുറന്നു കിട്ടിയ ലോകത്തിലേക്ക് പോകാൻ അതിന് സാധിക്കത്തില്ലത്രേ. ഈ മൃഗങ്ങൾ അപ്പോഴും ബന്ധനം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാകും. ഇനി ബന്ധനമില്ലാതിരുന്നാൽ ആരെങ്കിലും ബന്ധിപ്പിക്കാൻ വേണ്ടി വരണമേ എന്ന മട്ടിൽ അവർ കാത്തുകെട്ടി കിടക്കുകയും ചെയ്യുമത്രേ. ഇനി തെറ്റിദ്ധാരണകൾ ധാരാളമുണ്ട് മൃഗങ്ങളെക്കുറിച്ച്. പ്രത്യേകിച്ച് മുത്തശ്ശി കഥകളിൽ കാറ്റഗറൈസേഷനാണ്. ഇന്ന മൃഗം ഇങ്ങനെയാണ്. മുയൽ വളരെ ഭീരുവാണ്, കഴുത പമ്പര വിഡ്ഢിയാണ്, മറ്റ് കടുവകളെപ്പോലുള്ള മൃഗങ്ങൾ ഭയങ്കര വീരശൂര പരാക്രമികളാണ്, പന്നി ഒട്ടും വൃത്തിയില്ലാത്ത മൃഗമാണ്. ഇതൊക്കെയാണ് മുത്തശ്ശി കഥകൾ നമുക്ക് നൽകുന്ന ചിത്രങ്ങൾ. ഇദ്ദേഹം പറയുന്നു തെറ്റിദ്ധാരണ, ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്, ഈ മൃഗങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. എന്നിട്ട് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നു. മോസ്കോ മൃഗശാലയിൽ വെച്ച് ഒരു ആട്ടിൻകുട്ടി, ചെറിയൊരു ആട്ടിൻകുട്ടി വഴിതെറ്റി അമ്മയെ തിരഞ്ഞ് നടന്ന് കടുവകൾ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടിലേക്ക് വന്നു വിട്ടു. സാധാരണ ഇതിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇത്ര ചെറിയൊരു ആട്ടിൻകുട്ടിയെ കണ്ടപാടെ കടുവകൾ ചാടി വീണ് അതിനെ കൊന്ന് തിന്നാൻ തുടങ്ങും. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നല്ല സംഭവിച്ചത്. ഈ കുഞ്ഞ് ആടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കടുവകൾ പേടിച്ച് പരിഭ്രാന്തരായി പുറകിലോട്ട് പോയി. അമ്മയെ അന്വേഷിച്ച് പേടി കൂടാതെ വരുന്ന ആടിനെ കണ്ടിട്ട് പിറകിലേക്ക് കടുവകൾ പോയി തുടങ്ങുന്നു. അവസാനം ആട് യാതൊരു ഭയവുമില്ലാതെ അവരെ അറ്റാക്ക് ചെയ്യുന്ന മട്ടിൽ മുന്നോട്ട് കുതിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം മാത്രം കൈയെടുത്തൊന്ന് അടിച്ചു. പതുക്കെ അടിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ആട് ചത്തുപോയി. ചത്തതിന് ശേഷവും ആ മൃതദേഹം തൊടാൻ കടുവകളൊന്നും ധൈര്യപ്പെട്ടില്ലത്രേ. പേടിയോടുകൂടി ഒരുപാട് മാറി നിൽക്കുകയായിരുന്നത്രേ ഈ വീരശൂര പരാക്രമികൾ. വീണ്ടും ഈ ഒലക്ക മീനുകളുടെ സമീപത്തിലൂടെ സ്വർണ്ണ മത്സ്യങ്ങൾ വളരെ ലാഘവത്വത്തോടു കൂടി നീന്താറുണ്ട്. ഒലക്ക മത്സ്യത്തിൻ്റെ അടുത്തേക്ക് ഏത് മീൻ ചെന്നാലും കൊന്നെടുക്കുന്നുള്ളതാണ്. പക്ഷേ സ്വർണ്ണ മത്സ്യം ഇങ്ങനെ ധീരമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം സ്വർണ്ണ മത്സ്യത്തിൻ്റെ ധീരതയൊന്നുമല്ല, ഈ ഒലക്ക മീനുകളെ സംബന്ധിച്ചൊരു കണ്ടീഷനിങ് കൊണ്ട് അവർ സാധാരണയായി തിന്നുന്നത് കടൽ മീനുകൾ മാത്രം. കുളത്തിൽ നിന്ന് വരുന്നവയെ അത് തിന്നുകയില്ല. കടൽ മീനുകൾ മാത്രമേ തിന്നുള്ളൂ. അപ്പോൾ കുളത്തിൽ നിന്ന് വരുന്ന സ്വർണ്ണ മത്സ്യം ഭക്ഷ്യയോഗ്യമായ വിഭവമാണെന്ന് പാവം ഒലക്കമീൻ തിരിച്ചറിഞ്ഞിട്ടില്ല. കൺഫ്യൂഷനാണ്. അതുകൊണ്ട് അത് തിന്നുകയുമില്ല ജീവിതത്തിൽ ഒരു നാളും. ഇനി മനുഷ്യരുടെ സാന്നിധ്യമൊക്കെ സിംഹങ്ങൾ തിരിച്ചറിയുന്നത് ഗന്ധത്തിൽ നിന്നാണ്. കാറ്റ് പ്രതികൂലമാണെങ്കിൽ സിംഹത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നാലും സിംഹം ആരെയും ആക്രമിക്കുകയില്ല. ആ കാറ്റിലൂടെ ഗന്ധം പിടിച്ചെടുത്താൽ മാത്രമേ ഇരയാണെന്ന് തിരിച്ചറിയുവാൻ അതിന് സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ കാറ്റ് മറ്റൊരു ദിശയിലേക്ക് വീശിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സിംഹത്തിൻ്റെ അടുത്ത് പോയി തൊട്ടുരുമി നിൽക്കാൻ സാധിച്ചേക്കും എന്ന് ഞാനല്ല പറയുന്നത്, പ്യോത്തോർ മെൻഡോഫൽ എന്ന ഈ റഷ്യൻ ജീവശാസ്ത്രജ്ഞനാണ്. വീണ്ടും കഴുത പടുവിഡ്ഢിയാണത്രേ, അത് കഥകളിൽ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല. അദ്ദേഹം ദൃക്സാക്ഷിയായ ഒരു സംഭവം. കഴുത ഈ കൊതുകിനെയും മറ്റും ആട്ടിപ്പായിക്കുന്നത് വാലുകൊണ്ടാണ്. ഒരു ദിവസം ഒരു വികൃതിക്കുട്ടി അവൻ്റെ പട്ടിയുടെ ദേഹത്തു നിന്നൊരു ചെള്ളിനെ പിടിച്ച് കഴുതയുടെ പുറത്തിട്ടു. വാലുകൊണ്ട് ആട്ടിയിട്ടും പോകാത്ത ചെള്ളിൻ്റെ കടി സഹിച്ചങ്ങനെ നിൽക്കുമ്പോൾ വികൃതിക്കുട്ടി അടുത്തൊരു ചെള്ളിനെയും ഇവൻ്റെ കഴുതയുടെ മേത്തേക്കിട്ടു. അവനെന്താ ചെയ്തത്? കഴുത വിഡ്ഢിയൊന്നുമല്ല, ചാടിയും എഴുന്നേറ്റിട്ട് വാലുയർത്തി വികൃതി പയ്യനെ അടിച്ച് നിലം പറ്റിച്ചു. എന്നിട്ട് നല്ലൊരു കാര്യം ചെയ്തു എന്ന സാർത്ഥക ഭാവത്തോടു കൂടി അങ്ങ് നടന്നു നീങ്ങിയത്രേ. അപ്പം അത്ര മണ്ടനല്ല കഴുത. ഇനി ഭീരുവായ മുയലിൻ്റെ കാര്യം. സത്യത്തിൽ ഏറ്റവും ഭീതി കുറഞ്ഞ മൃഗങ്ങളിലൊന്ന് മുയലാണത്രേ. അതിൻ്റെ പിൻകാലുകൾ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഓടി രക്ഷപ്പെടുവാൻ അതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പിൻകാലിൽ ഒരുപാട് ആശ്രയം വെക്കുന്ന മുയൽ പേടി കൂടാതെ അപകട സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. ഇനി അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പാഞ്ഞോടും. അത് കോമൺ സെൻസാണ്. കോമൺ സെൻസാണ് മുയലിന് കൂടുതൽ, അല്ലാതെ ഭീരുത്വമല്ല. അസ്കാനിയയിൽ വെച്ച് അദ്ദേഹം കണ്ടൊരു കാഴ്ച,
ഒരു ചെറിയ കുതിര തല താഴ്ത്തി നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് ചാരനിറത്തിലുള്ള ഒരു മുയൽ ചാടി വീണ് കുതിരയുടെ മുഖത്ത് മുൻകാലുകൾ കൊണ്ട് മാന്താനും തൊഴിക്കാനും തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു കാഴ്ച സങ്കല്പിക്കാവുന്നുള്ളൂ. കൂറ്റനൊരു കുതിര ഇങ്ങനെ ശാന്തനായി തലതാഴ്ത്തി നടന്നു പോകുമ്പോൾ ഒരു മുയൽ ഓടി വന്നിട്ട് മാന്തുകയും തൊഴിക്കുകയും മറ്റും ചെയ്യുകയാണ്. ഭയചകിതരായ കുതിര ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുതിരയെ പിന്തുടർന്ന് ഈ മുയലും കൂട്ടുകാർ മുയലുകളും കുറേ ദൂരം സഞ്ചരിച്ചത്രേ. എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ തളർന്നു പോയിട്ടും കുതിര പെടാപ്പാട് പെട്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഒട്ടകപ്പക്ഷിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഭയങ്കര ബലവാനാണ്. തല ഇങ്ങനെ മണ്ണിൽ പൂഴ്ത്തി നിൽക്കും. പക്ഷേ ഇദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തെക്കാൾ പൊക്കം കുറഞ്ഞ ആളുകളെ മാത്രം ആക്രമിക്കുകയുള്ളൂ. ഒരല്പം പൊക്കക്കൂടുതലുണ്ടെങ്കിൽ ഒട്ടകപ്പക്ഷി പിന്നെ പേടിച്ചരണ്ട് അയാൾ ഓടിപ്പോകും. ഒരു വെറും കമ്പുമ്മേൽ തൊപ്പി വെച്ച് അതിനടുത്തേക്ക് വെച്ചാലും ആ തൊപ്പിയെയും ആ ഒരു കമ്പിനെയും ഇത് പേടിക്കും. പൊക്കം കുറഞ്ഞവരെ, തന്നേക്കാൾ പൊക്കം കുറഞ്ഞവരെ മാത്രം ഇട്ട് പെരുമാറും. ഇത് മനുഷ്യരുടെ കൂടി ഒരു ശീലമാണ് എന്ന് ഓർത്തു പോകുന്നു. പന്നി വൃത്തികെട്ടവൻ എന്നെല്ലാവരും പറയും. അതുകൊണ്ട് വൃത്തികെട്ടവരൊക്കെ പന്നികളെ എന്ന് വിളിക്കാറുണ്ട്. ഈ ഗ്രന്ഥകാരൻ പറയുന്നു അങ്ങനെയൊന്നും വിളിച്ചുകൂടാ. കാരണം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വൃത്തിയുള്ള ജീവികളിൽ ഒന്ന് പന്നിയാണ്. അദ്ദേഹം ചോദിക്കുന്നു, കൃത്യമായി കുളിക്കുന്ന എത്ര മൃഗങ്ങളുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്, പന്നി കൃത്യമായിട്ട് കുളിക്കും. കുളിക്കാൻ വേണ്ടി ഒരുപാട് കിലോമീറ്റർ താണ്ടി യാത്ര ചെയ്ത് കുളിച്ച് തിരിച്ചു വരും. ഇനി അത് മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്നത് സത്യത്തിൽ അത് കിടക്കുന്ന സ്ഥലങ്ങളിലല്ല, അകലെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പന്നി വൃത്തികേടായിട്ട് കാണപ്പെടുന്നു? അതേ പറയുന്നത്, നിങ്ങൾ ആ പാവപ്പെട്ട പന്നിയെ കുടിസുമുറിയിൽ കിടത്തി കഴിയുമ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മലമൂത്ര വിസർജനങ്ങൾ അത് കുടുങ്ങിക്കിടന്ന് പോകുന്നു. അതുകൊണ്ട് ഒരു പന്നിയെയും ഇനി വൃത്തികെട്ടവനെന്ന് വിളിക്കരുത്. ഇനി വൃത്തികെട്ട മനുഷ്യരെ സൂചിപ്പിക്കുവാൻ പന്നി എന്നും വിളിക്കരുത്. കാരണം പന്നിക്കത് മാനക്കേടാണ്. ഇത് അടുത്ത ഒരു പാഠമായിട്ട് മാറുന്നു. സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നു. മോസ്കോ സൂവിൽ പലതരത്തിലുള്ള മൃഗങ്ങളെ ഒരുമിച്ചിട്ടു, അതായത് ജന്മന ശത്രുക്കളായി മാറേണ്ട മൃഗങ്ങളെ, 2 ചെന്നായ്ക്കൾ, 1 ചെമ്പൻ കരടി, 3 കരടികൾ, 6 വേട്ടനായ്ക്കൾ, 6 കുറുക്കന്മാർ, കുഞ്ഞു കാലം തുടങ്ങി അവർ ഒരുമിച്ചിട്ടു. പക്ഷേ ഇവർ വളരെ സൗഹൃദത്തോടു കൂടി വളർന്ന് പ്രായപൂർത്തി എത്തിയപ്പോഴും ഇവർ കൂട്ടുകാരായിരുന്നു. ഇതിൻ്റെ റീസണായിട്ട് അദ്ദേഹം പറയുന്നത്, കുട്ടിക്കാലത്തെ ഇവർ സ്നേഹിതരെ തിരിച്ചറിഞ്ഞു. പഴയകാല ശത്രുതയെക്കുറിച്ചും വൈര്യത്തെക്കുറിച്ചും പറയുവാൻ മുതിർന്ന സീനിയേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ കഥകൾ പറഞ്ഞ് ഇവരെ പ്രകോപിതരാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാച്ചുറലായിട്ടുണ്ടായ സ്നേഹഭാവത്തിൽ ശത്രുത ഇല്ലാതെ അവർ വളർന്നത്രേ. ഇതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമത്രേ. ഇദ്ദേഹം പറയുന്നത്, മൃഗശാലയിലേക്ക് ഒരിക്കൽ തുരപ്പം കുഞ്ഞുങ്ങൾ നോക്കാൻ പൂച്ചമ്മയെ ഏൽപ്പിച്ചത്രേ. അതായത് ഈ പൂച്ചമ്മയുടെ അടുക്കലേക്ക് തുരപ്പം കുഞ്ഞുങ്ങൾ എടുത്തു വിട്ടു. ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചു. പിന്നെ എന്ത് ചെയ്തു? പൂച്ചയുടെ, അത് പ്രസവിച്ചിടയ്ക്കാണ്, കുഞ്ഞുങ്ങളെ ഒരു വെള്ളത്തിൽ കുളിപ്പിച്ചു. അതേ വെള്ളം കൊണ്ട് തന്നെ തുരപ്പം കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ചു. എന്നിട്ട് ഇവരെ ഒരുമിച്ചിട്ടു. അപ്പോൾ ഒരേ ഗന്ധമായല്ലോ. ഇവർ സ്വന്തം മക്കളെ പോലെ സ്വീകരിച്ചു. വളർന്നു വലുതായിട്ടും ഈ പൂച്ചമ്മയായിരുന്നു തുരപ്പന്മാർക്ക് കൂട്ട്. കോഴികളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത്രേ. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ തള്ളക്കോഴി ചത്തുപോയി. ഈ കുഞ്ഞുങ്ങളെ ഉടൻ തന്നെ ഒരു പൂച്ചയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു. ആദ്യം ഒരു ശത്രുതയൊക്കെ കാണിച്ചെങ്കിലും പതുക്കെ ഈ പെറ്റുകിടക്കുന്ന പൂച്ച വളർത്താൻ തുടങ്ങി കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുന്നവരെ തള്ളപ്പൂച്ച കൂട്ടിനായിട്ട് ഉണ്ടായിരുന്നത്രേ. ഇതുപോലുള്ള ധാരാളം പ്രകൃതി കാഴ്ചകൾ നമ്മളെ അമ്പരപ്പെടുത്തും. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ സൗന്ദര്യം ഒരു പ്രകൃതി സ്നേഹിയുടെ അനുഭവക്കുറിപ്പിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. മഴ ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞാലും മഴ പെയ്തുകൊണ്ടേയിരിക്കും, പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. മഴ പോലെ പുഴ പോലെ ഒഴുകുന്ന മനുഷ്യരും കാലം എത്ര കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ചൈതന്യം പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ ഒഴുക്ക് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. വീണ്ടും കാണാം.